ഏഴരപ്പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭാരതത്തിലെ ഏകദേവനാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഇതുതന്നെ. ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്കയർപ്പിക്കുക എന്നത് പ്രധാനമാണ്. ബലിക്കൽ പുരയിലെ വലിയ ബലിക്കലിന് മുമ്പിലുള്ള കെടാവിളക്കിൽ എണ്ണയൊഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടാണ്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വലിയ വിളക്കിൻ്റെ മൂടിയിൽ പിടിച്ചിരിക്കുന്ന മഷി കൊണ്ട് കണ്ണെഴുതുന്നത് നേത്രരോഗ ശമനത്തിനും ഫലപ്രദമായി കണ്ടുവരുന്നു. ധരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ധരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തന്റെ വലതു കൈയിലെ ശിവലിംഗം ഇറക്കി വെച്ച് വിശ്രമം ആരംഭിച്ചു. ഉണർന്നെണീറ്റ് നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് തന്റെ ഇടതു കൈയിലെ ശിവലിംഗം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും മായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം അടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യവുമുണ്ട്. സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ അധികാരികൾ തടഞ്ഞു. ചിലർ മൂശാരിയോട് അത്രയും വലുപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലെന്നും എവിടെ സ്ഥാപിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തുവെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല. ആ സമയത്ത് പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഒരാൾ തുള്ളി വന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽ പുരയിൽ കൊണ്ട് സ്ഥാപിച്ചു. ആ സമയത്ത് വലിയ ഇടിമിന്നലുണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു. ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ ആകർഷണമാണ് ഏഴരപ്പൊന്നാന. പേര് സൂചിപ്പിക്കും പോലെ 7 ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. തേക്കിൻതടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8ാം ദിവസം ഭഗവാന്റെ തിടമ്പിനൊപ്പം 7 പൊന്നാനകളും ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിന് വയ്ക്കും.